ഹായ് എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. കാരണം നമ്മുടെ SSC CGL 2024 ടയർ 1 റിസൾട്ട് വന്നിരിക്കുകയാണ്. ദിശയെ സംബന്ധിച്ച് ഏറെ അഭിമാനമുള്ള നിമിഷമാണ്. ദിശ അക്കാഡമിയുടെ ഏകദേശം 20ഓളം വിദ്യാർത്ഥികൾ നമ്മുടെ ടയർ 1 എക്സാം 2024 CGL ടയർ 1 എക്സാം ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു. കൂടാതെ റിസൾട്ട് നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നന്നായി തന്നെ ഇനി എന്ത് ചെയ്യുക, ടയർ 2 എക്സാമിന് വേണ്ടി നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ചെയ്യുക. ദിശയെ സംബന്ധിച്ച് എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അതിനോടൊപ്പം ഇനി എക്സാം കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും എക്സാം അഥവാ കിട്ടാതെ പോയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അടുത്ത പ്രാവശ്യം SSC CGL 2024 എക്സാം നേടിയെടുക്കാം, ഒരു റാങ്ക് ഉറപ്പിക്കാം, അല്ലെ ദിശ അക്കാഡമിയോട് ചേർന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് വളരെ സന്തോഷമുള്ള മറ്റൊരു കാര്യവും കൂടെ ഇന്നലെ സംഭവിക്കുകയുണ്ടായി. എന്താണ്? നമ്മുടെ CGL അടുത്ത വർഷത്തെ എക്സാമിന്റെ എന്ത് വന്നിട്ടുണ്ട്? കലണ്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് SSC CGL എക്സാം എന്നാണ് എന്ന് കൃത്യമായിട്ടുണ്ട്. SSC CGL എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാം ആണ് SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പരീക്ഷകളിൽ SSC CGL എക്സാം. ഒരു മിനി സിവിൽ സർവീസ് എക്സാം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന പരീക്ഷയാണ് SSC CGL എക്സാം. അതിൽ വരുന്ന പോസ്റ്റുകൾ, അതിൻ്റെ സാലറി, ഇവയെല്ലാമാണ് ആ ഒരു പോസ്റ്റിനെ വളരെയധികം അട്രാക്റ്റീവ് ആവുന്നത്. ഇനി അടുത്ത വർഷം നടക്കുന്ന SSC CGL എക്സാം എന്നാണ് എന്ന് അറിയേണ്ടവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അടുത്ത വർഷത്തെ എക്സാം എന്ന് പറയുന്നത് നോക്കൂ, നമ്മുടെ ഇന്നലത്തെ കലണ്ടറിൽ 5th പോസ്റ്റ് ആയിട്ട് വന്നതാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. അതിന്റെ ടയർ 1 എക്സാം നടക്കുന്നത് 22 ഏപ്രിൽ 2025 അതുപോലെ തന്നെ അതിന്റെ നമ്മുടെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 21 മെയ് 2025 ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ട് ഈ എക്സാമിന്റെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഈ എക്സാം നടക്കും. അപ്പോൾ ഈ 2025 നടക്കുന്ന SSC CGL എക്സാം നിങ്ങൾ നേടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിൽ ഒരു റാങ്ക് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ഫീച്ചർ പറയാനാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നത്. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ദിശ അക്കാഡമിയോട് ചേർന്ന് പഠിക്കാൻ സാധിക്കുന്ന ഒരു പാക്കേജ് ഞാൻ നിങ്ങളോട് പറയാം. കുറച്ചു പേരെങ്കിലും ഇപ്രാവശ്യം നടന്ന CGL 153 എന്ന് പറഞ്ഞ കട്ട് ഓഫിലേക്ക് എത്താൻ കഴിയാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ചിലപ്പോൾ പല അക്കാഡമി പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും, വീട്ടിൽ നിന്ന് പഠിക്കുന്നവരായിരിക്കും. നിങ്ങൾ ഒരു രീതിയിലും വിഷമിക്കേണ്ട. ദിശ അക്കാഡമി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണെന്നല്ലേ കുറേ പേരുടെ സംശയമാണ്, സാർ എങ്ങനെയാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത്? വളരെ കൃത്യമായി ഞാൻ പറയാം. നിങ്ങൾ ഒരു 100 മാർക്ക് ആൻഡ് എബോവ് വാങ്ങിയവരാണ് എങ്കിൽ ഈ നടന്ന 2024 CGL എക്സാമിൽ നിങ്ങൾ ഒരു 100 മാർക്കും അതിൽ കൂടുതലും, അതായത് നിങ്ങൾക്ക് കട്ട് ഓഫ് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല, 153 എന്ന് പറഞ്ഞ മാർക്കിൽ എത്താൻ സാധിച്ചില്ല, എനിക്ക് 100ൽ കൂടുതൽ മാർക്കുണ്ട്, സ്കോർ നേടാനായിട്ട് സാധിച്ചവരാണെങ്കിൽ നിങ്ങളുടെ സ്കോർ കാർഡുമായി നിങ്ങൾ ദിശ അക്കാഡമിയെ സമീപിക്കൂ. നിങ്ങൾക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കേജ് ദിശ അക്കാഡമി തരും. എന്താണെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്? വളരെ കൃത്യമായി നിങ്ങൾക്ക് 50% ഫീസിൽ ഓഫിൽ നിങ്ങൾക്ക് റെഗുലർ ബാച്ചിൽ പഠിക്കാൻ സാധിക്കും. വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് കൃത്യമായി എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ പറയുന്നു 8500 പ്ലസ് GST എന്ന് പറയുന്ന ഫീസിന് നിങ്ങൾക്ക് വീണ്ടും 2025 CGL എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളെ സ്റ്റാർട്ട് ടു ഒരിക്കൽ കൂടെ നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കും. നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കുകളും, മാത്സ്, റീസണിങ്, GK, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ടോപ്പിക്കുകൾ വൃത്തിയായി നിങ്ങളുടെ സിലബസ് അനുസരിച്ച് നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ ദിശ അക്കാഡമി കവർ ചെയ്ത് തരും. അപ്പോൾ ഈ ഒരു പാക്കേജ് ഞാൻ ഇപ്പോൾ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കുറേ വിദ്യാർത്ഥികളെങ്കിലും ഈ CGL 2024 എക്സാം കിട്ടണമെന്ന് വിചാരിച്ചിരുന്ന് വിഷമിച്ചവരുണ്ടാവും. നിങ്ങൾക്ക് വളരെ സന്തോഷമുള്ള, അല്ലെങ്കിൽ നിങ്ങളെ അടുത്ത CGL 2025 ഒരു റാങ്കിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ദിശ അക്കാഡമി തരുന്നത്. മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ, പഠിക്കണം എന്ന് കോൺഫിഡൻസ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ദിശയോടൊപ്പം നിങ്ങൾക്ക് പഠിക്കാം. ദിശയുടെ എല്ലാ ഫാക്കൽറ്റീസും മെന്റേഴ്സും നിങ്ങളോടൊപ്പം എല്ലാ സപ്പോർട്ടും തന്ന് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് അക്കാഡമിയുടെ ഫീച്ചേഴ്സ് ഉള്ള ഓൺലൈൻ പോലെയുള്ള കോഴ്സുകളുടെ സപ്പോർട്ട് നമ്മൾ ഇതിനോടൊപ്പം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഈ രീതിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വളരെ വിദഗ്ധരായ
ദിശയുടെ അധ്യാപകരുടെ പരിശീലനത്തിലൂടെ നിങ്ങൾക്ക് 2025 CGL എക്സാം നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു അട്രാക്റ്റീവ് ഫീച്ചറാണ് എനിക്ക് ഈ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് റിസൾട്ട് നേടിയ വിദ്യാർത്ഥികളെ കാണിച്ചു. അടുത്ത പ്രാവശ്യം അതിലൊരാളായി തീരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു കാര്യം പറയുകയാണ്. ഇനി ഏതെങ്കിലും വിദ്യാർത്ഥികൾ പുതുതായി SSC CGL എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് CGL എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അറിയാലോ, ദിശയുടെ എല്ലാ ബ്രാഞ്ചുകളിലും എല്ലാ മന്തും ബാച്ച് ഓപ്പണിങ്ങുകളുണ്ട്. നിങ്ങൾക്ക് ആ ബാച്ച് ഓപ്പണിങ്ങുകൾ ജോയിൻ, ഇപ്പോൾ ഡിസംബർ ബാച്ച് ഉണ്ട്, ജാനുവരി ബാച്ച് ഉണ്ട്, ഫെബ്രുവരി ബാച്ച് ഉണ്ട്. ഏത് ബാച്ചിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് SSC എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ കലണ്ടർ അനുസരിച്ച് നോക്കൂ, ഈ കലണ്ടർ അനുസരിച്ച് നമുക്ക് ഏകദേശം 6 to 8 months സമയമാണ് എന്തിനുള്ളത്, അടുത്ത CGL എക്സാമിന് ഫ്രണ്ടിലുള്ളത്. നല്ലൊരു പഠനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അടുത്ത CGL പരീക്ഷ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ പാക്കേജ് അട്രാക്റ്റീവ് ആയിട്ട് മാറുന്നത്. നമ്മുടെ ഡിസംബർ ബാച്ചിലും ജാനുവരി ബാച്ചിലോ 2025 ജാനുവരി ബാച്ചിലോ ഫെബ്രുവരി ബാച്ചിലോ ജോയിൻ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഓഫർ കൃത്യമായിട്ട് തരുന്നതായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ സ്കോർ കാർഡുമായി മാത്രം ദിശയുടെ അക്കാഡമികൾ സമീപിക്കുക. 100 മാർക്കും അതിൽ കൂടുതൽ, അതായത് കട്ട് ഓഫിലേക്ക് എത്താൻ സാധിക്കാതെ വന്ന ഏതൊരാൾക്കും, 100 and above മാർക്കുള്ള ഏതൊരാൾക്കും ഉറപ്പായിട്ടും ദിശ അക്കാഡമി ഈ ഓഫറിലൂടെ നിങ്ങളെ വരുന്ന 3 മാസങ്ങൾ, ഒന്നുകിൽ നിങ്ങൾക്ക് ഡിസംബറിൽ തുടങ്ങി ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാം, അതല്ല എങ്കിൽ ജാനുവരി ഫെബ്രുവരി ബാച്ചുകൾ, ഈ വരുന്ന ടൈമിലുള്ള സമയങ്ങൾ കൃത്യമായി ഓപ്പർച്യൂണിറ്റികൾ എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. 8 മാസത്തെ സമയമേ നമ്മുടെ ഫ്രണ്ടിലുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തീരുമാനിച്ച് ഇപ്പോൾ തന്നെ പഠിക്കാൻ ശ്രമിച്ചാൽ, എത്രയും വേഗം നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനിലൂടെ, ആക്റ്റീവായിട്ടുള്ള റിവിഷനുകളിലൂടെ നിങ്ങൾക്ക് CGL 2025 എന്ന പരീക്ഷയിലേക്ക് എത്താം. അതിന്റെ ടയർ 1 പരീക്ഷ നേടിയെടുക്കുന്നത് എങ്ങനെ എന്നറിയാനായിട്ടുള്ള പുതുതായി ഈ വീഡിയോ കാണുന്ന വിദ്യാർത്ഥികളും ഉണ്ടെന്നറിയാം. അവർക്കൂടെ വേണ്ടിയിട്ട് പറയുകയാണ്. 25 ക്വസ്റ്റ്യൻസ് റീസണിങ്ങിൽ നിന്നാണ്, 25 ക്വസ്റ്റ്യൻസ് ജനറൽ അവയർനെസ്സിൽ നിന്നാണ്, 25 ക്വസ്റ്റ്യൻസ് മാത്സിൽ നിന്നാണ്, 25 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ നിന്നാണ്. അങ്ങനെ 50 മാർക്സ് വീതം വരുന്ന 4 സെക്ഷൻസ്, ടോട്ടൽ 200 മാർക്സ്. നിങ്ങൾ ആലോചിച്ചോണം, ഈ 200 മാർക്കിലാണ് 153 മാർക്ക് നമ്മുടെ ചുണക്കുട്ടികളായ വിദ്യാർത്ഥികൾ നേടിയെടുത്തത്. 100 ക്വസ്റ്റ്യൻസ് 200 മാർക്ക്. അപ്പോൾ ഇത് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് PG ഒക്കെ കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യും, എന്ത് ജോലിയാണ് ഞാൻ നേടിയെടുക്കേണ്ടത്, വെളിയിലോട്ട് പോകണോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ചാൻസ്, 8 മാസം വരുന്ന ഈ ഒരു ചാൻസ് നന്നായി പഠിച്ച് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ നാട്ടിൽ തന്നെ നിങ്ങൾക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള CBI പോലെയുള്ള, NI പോലെയുള്ള, അതുപോലെ തന്നെ കസ്റ്റംസ് ഓഫീസർ പോലെയുള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫീസർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കയറാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ 25 മാർക്ക് വീതം, 25 ക്വസ്റ്റ്യൻസ് വീതം വരുന്ന 4 പാർട്ടുകളിൽ കൃത്യമായ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തണം. അപ്പോൾ റീസണിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമുക്ക് എല്ലാ രീതിയിലും പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ആ 25 ക്വസ്റ്റ്യൻസിൽ 50 മാർക്കും നേടിയെടുക്കാൻ സാധിക്കുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ മാത്സ് നമ്പർ സിസ്റ്റം മുതൽ അഡ്വാൻസ്ഡ് മാത്സ് വരെയുള്ള ടോപ്പിക്കുകൾ കൃത്യമായി ദിശയിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായി പഠിച്ച്, നിങ്ങൾക്ക് മാത്സിൽ നിങ്ങൾ വീക്കായിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയ സ്ട്രെങ്ത് പ്രാപിക്കാനായിട്ട്, അല്ലെങ്കിൽ സ്ട്രെങ്ത് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ നോക്കൂ, മാത്സും റീസണിങ്ങും തന്നെ ഏകദേശം 50% മാർക്ക്, 50% ഓഫ് മാർക്ക്, അല്ലെ 50% ഓഫ് വെയിറ്റേജ് മാത്സും റീസണിങ്ങും തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വെയിറ്റേജ് കൊടുക്കണം. ഇനി അതുപോലെ ജനറൽ അവയർനെസ് ആൻഡ് ഇംഗ്ലീഷ് അതും വരുന്നു 50% മാർക്ക്. GK നിങ്ങൾക്ക് പഠിക്കണം. ഇപ്പം ദിശയുടെ എല്ലാ ബാച്ചുകളിലും, ദിശയുടെ ഓരോ റെഗുലർ ബാച്ചിലും നമ്മൾ കൃത്യമായി മാത്സിൻ്റെ ക്ലാസ്സുകൾ, റീസണിങ്ങിൻ്റെ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ മാത്രമല്ല GKയുടെ ടോപ്പിക്കുകൾ നോക്കൂ. എനിക്ക് തോന്നിയിട്ടുണ്ട് പല അക്കാഡമികളും GKയ്ക്കൊന്നും കൃത്യമായ ക്ലാസ്സുകൾ പോലും കൊടുക്കുന്നില്ല. കടൽ പോലെ കിടക്കുന്ന ടോപ്പിക്കുകളായിട്ട് പോലും GKയുടെ ഓരോ ടോപ്പിക്ക്, അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി പോലെയുള്ള ഓരോ ടോപ്പിക്കുകളിലും എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കൃത്യമായ വിശകലനം ദിശ അക്കാഡമിയിലൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ്, നിങ്ങൾ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ അടുത്ത CGL 2025 വേണ്ടി തയ്യാറെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആദ്യമായി പഠിക്കുന്ന ആളാണെങ്കിലും, ഒരു പക്ഷേ നിങ്ങൾ ഒരു വട്ടം അറ്റംപ്റ്റ് ചെയ്തവരാണെങ്കിലും ദിശയുടെ ബാച്ചുകളിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ഇനി അതല്ല, നിങ്ങൾ ദിശയുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് പഠിക്കാം, ദിശയുടെ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഈ അവസരം നിങ്ങൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ 100 ക്വസ്റ്റ്യൻസിലൂടെ 200 മാർക്സ് എന്ന് പറയുന്നത്
പറയുന്ന ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ അല്ലെങ്കിൽ കട്ട് ഓഫ് മാർക്ക് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് ഈ സമയം മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ 8 മാസത്തെ സമയം നമുക്ക് ഈ അട്രാക്റ്റീവ് പോസ്റ്റിലേക്ക് ഉണ്ട്. അതുപോലെ തന്നെ ടയർ 1 ക്വാളിഫൈ ചെയ്താൽ പിന്നെ എന്താണ് എന്ന് അറിയാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. ടയർ 1 ക്വാളിഫൈ ചെയ്താൽ സെയിം നമ്മൾ നേരത്തെ ടയർ 1-ൽ പഠിച്ച മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ് ടോപ്പിക്കുകൾ തന്നെ പഠിച്ചാൽ മതി. പിന്നെ എന്താണ് വ്യത്യാസം? അവിടെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സെക്ഷൻസ് ആയിട്ടാണ് പരീക്ഷ വരുന്നത്. ഒറ്റ ദിവസം തന്നെയാണ് പരീക്ഷ. 30 ക്വസ്റ്റ്യൻസ് വീതമുള്ള മാത്സ്, റീസണിങ് വരുന്ന സെക്ഷൻ 1 60 ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റിന് 3 മാർക്ക് വീതം 180 മാർക്കാണ് സെക്ഷൻ 1-ൽ നിന്ന് കിട്ടുക. അതുപോലെ സെക്ഷൻ 2-ൽ നിന്ന് നമുക്ക് 45 ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷിന് കുറച്ചുകൂടെ വെയിറ്റേജ് കൂടി, ജനറൽ അവയർനെസ് ഇന്ന് 25 ക്വസ്റ്റ്യൻസ്, 70 ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റിന് 3 മാർക്ക് വെച്ച് 210 മാർക്ക്. നിങ്ങൾ നോക്കൂ, 46% മാർക്ക് നമ്മുടെ ആദ്യത്തെ സെക്ഷൻ 1-ൽ നിന്നും 54% മാർക്ക് നമ്മുടെ എവിടെ നിന്നാണ്? സെക്ഷൻ 2-ൽ നിന്നുമാണ്. അങ്ങനെയാണ് 100% മാർക്ക് വരുന്നത്. ടോപ്പിക്കുകളിൽ വ്യത്യാസമില്ല, വെയിറ്റേജുകളിൽ മാത്രം വരുന്ന വ്യത്യാസമാണ്. നിങ്ങളൊരു മെയിൻസിന്റെ ലെവലിൽ കൃത്യമായി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും CGL ടയർ 1 എക്സാമും ടയർ 2 എക്സാമും പ്രിപ്പയർ ചെയ്യാം. ഇനി ഞാൻ ടയർ 1 ക്വാളിഫൈ ചെയ്ത നമ്മുടെ വിദ്യാർത്ഥികളോട് പറയുകയാണ്, ഇനിയുള്ള റിമൈനിങ് ടൈമിൽ കൃത്യമായി നിങ്ങൾ മോക്ക് എക്സാംസ് പ്രാക്ടീസ് ചെയ്യുക, ആക്റ്റീവായിട്ടുള്ള റിവിഷൻസ് നടത്തുക, കറണ്ട് അഫയേഴ്സ് പ്രാക്ടീസ് ചെയ്യുക, ഇംഗ്ലീഷിൽ അത്യാവശ്യം വെയിറ്റേജ് കൊടുത്ത് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഈ രീതിയിൽ കൃത്യമായി മാത്സ്, റീസണിങ് ഉൾപ്പെടെ ഉള്ളത് നോക്കി നിങ്ങൾ പോവുകയാണെങ്കിൽ GK സബ്ജക്റ്റുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തും റീസെന്റ് ആയിട്ട് നടന്ന പരീക്ഷകളുടെ നോക്കിയും നിങ്ങൾ കറണ്ട് അഫയർ ഉൾപ്പെടെ അപ്ഡേറ്റ് ചെയ്തും പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടയർ 2 എക്സാം നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി അടുത്ത വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. കൂടാതെ സെക്ഷൻ 3 ഉണ്ട്, കമ്പ്യൂട്ടർ ഒരു ക്വാളിഫയിങ് നേച്ചർ എക്സാം ആയിട്ടുണ്ട്, അതുപോലെ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്, അതും ഒരു ക്വാളിഫയിങ് നേച്ചർ പാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ 3 സെക്ഷൻസ് ഒറ്റ ദിവസം വരുന്ന പരീക്ഷയാണ് ടയർ 2 എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ടയർ 1-ഉം ടയർ 2-ഉം പരീക്ഷകൾ പാസ്സാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ വലിയ ഇന്റർവ്യൂവും കാര്യങ്ങളും ഒന്നുമില്ല, ഡോക്യുമെന്റ് വെരിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഏറെ അഭിമാനത്തോടു കൂടി ഞാൻ വളരെ സന്തോഷത്തോടു കൂടി പറയാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ GD എക്സാം ക്വാളിഫൈ ചെയ്ത ഏകദേശം 40ഓളം വിദ്യാർത്ഥികൾ, മെഡിക്കലും ഫിസിക്കലും എല്ലാം പാസ്സായി ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന 40ഓളം വിദ്യാർത്ഥികളെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ CGL എക്സാം ക്വാളിഫൈ ചെയ്ത, അതായത് കേരളത്തിലെ തന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു. അതായത് കേരളത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഈ എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, SSC CGL എക്സാം നേടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ അഭിമാന പോരാട്ടത്തിൽ ഏകദേശം 20ഓളം വിദ്യാർത്ഥികളെ ദിശയുടെ ഭാഗത്ത് നിന്ന് ഈ എക്സാമിന്റെ ടയർ 1 ക്വാളിഫൈ ചെയ്യിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ നിങ്ങൾക്കും അതിന്റെ ഭാഗമാകാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും CGL 2025 എക്സാമിന് നിങ്ങൾക്കും ഒരു റാങ്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ റാങ്ക് നേടാതെ അല്ലെങ്കിൽ മാർക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാതെ വിഷമിച്ച് ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. റെയിൽവേയുടെ NTPC നോക്കാം, ഇനി വേറെ വഴിയില്ല, റെയിൽവേ നോക്കാം എന്ന് വിചാരിച്ചൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ റെയിൽവേക്ക് വേണ്ടി പഠിച്ചോളൂ, റെയിൽവേയുടെ NTPCക്ക് വേണ്ടി പഠിച്ചോളൂ. പക്ഷേ CGL എന്ന് പറയുന്ന സ്വപ്ന ജോലിയിലേക്ക് അല്ലെങ്കിൽ CGL എന്ന് പറയുന്ന 2025-ലെ അട്രാക്റ്റീവ് പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്ക് നേടിയെടുക്കാൻ സാധിക്കും. ദിശ അക്കാഡമിയുടെ എല്ലാ ബ്രാഞ്ചുകളിലും, ദിശ അക്കാഡമിയുടെ ബ്രാഞ്ചുകൾ എന്ന് പറയുമ്പോൾ എവിടൊക്കെയാണ്? നമ്മുടെ ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കൊല്ലം, തൃശ്ശൂർ ആൻഡ് കാലിക്കറ്റ് ബ്രാഞ്ചുകൾ. തൃശ്ശൂർ ബ്രാഞ്ച് നമ്മുടെ റെയിൽവേ സ്റ്റേഷനോട് വളരെ ചേർന്ന് വരുന്ന ബ്രാഞ്ചാണ്. കാലിക്കറ്റ് ബ്രാഞ്ച് നമ്മുടെ മാവൂർ റോഡ് ജംഗ്ഷനിൽ കുരിശുപള്ളിക്ക് ഓപ്പോസിറ്റ്. ഇത് രണ്ടും വളരെ ആക്സസിബിൾ ആയിട്ടുള്ള ബ്രാഞ്ചുകളാണ്. അതുപോലെ ട്രിവാൻഡ്രം ബ്രാഞ്ച് വരുന്നത് തമ്പാനൂരാണ്, കൊല്ലം ബ്രാഞ്ച് വരുന്നത് കടപ്പാക്കടയാണ്, കൊട്ടാരക്കര ബ്രാഞ്ച് വരുന്ന പ്രോപ്പർ കൊട്ടാരക്കരയാണ്. ഈ ബ്രാഞ്ചുകളിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്ത് ഓഫ്ലൈനായിട്ട് CGL എക്സാമിന് വേണ്ടി 2025 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ്. അതല്ല, ഓൺലൈനായി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ദിശ ഓൺലൈനിലൂടെ പഠിക്കാം. കൂടാതെ യൂട്യൂബ് ചാനൽ കണ്ട് വളരെ നല്ല മികച്ച ക്ലാസ്സുകളിലൂടെ കഴിഞ്ഞ CGL എക്സാമിന് വേണ്ടി ഒരുപാട് വിദ്യാർത്ഥികൾ ദിശയുടെ യൂട്യൂബ് ചാനൽ കണ്ട് മാത്സ് ക്ലാസ്സുകളൊക്കെ കണ്ട്, എസ്പെഷ്യലി മാത്സ് ക്ലാസ്സുകളൊക്കെ കണ്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ആളുകളുണ്ട്. അവരും പല ആളുകളും എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അവരെയും നമ്മൾ അഭിനന്ദിക്കുകയാണ്. CGL ടയർ 2 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ടയർ 1 ക്വാളിഫൈ ചെയ്തിട്ടുള്ള മലയാളികളായിട്ടുള്ള
എല്ലാ ആളുകളെയും ഞാൻ എപ്പോഴും പറഞ്ഞു, നോർത്ത് ഇന്ത്യൻ സൈഡിലെ ആളുകളാണ് കൂടുതലും SSC എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് ആളുകൾ, മലയാളികളായിട്ട് ആളുകൾ ഇപ്പോൾ ഒരുപാട് പേര് SSC എക്സാമിന് വേണ്ടി, സ്റ്റാഫ് സെലക്ഷൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി CGL വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം ടയർ 1 ക്വാളിഫൈ ചെയ്ത എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ടയർ 2 എക്സാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടട്ടെ. അപ്പോഴും കിട്ടാതെ പോയ ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടി ഈ അടുത്ത വർഷത്തെ കലണ്ടർ എത്തിയിരിക്കുകയാണ്. നല്ലൊരു പ്രിപ്പറേഷനിലൂടെ അടുത്ത പ്രാവശ്യത്തെ ലിസ്റ്റിൽ ഇവരെ പോലെ നമുക്കും എത്തിച്ചേരാം. അപ്പോൾ ദിശ അക്കാഡമി തന്നിരിക്കുന്ന ഈ ഓഫർ നിങ്ങൾ എല്ലാവരും, താല്പര്യമുള്ള എല്ലാ ആളുകളും ഉപയോഗിക്കാൻ ശ്രമിക്കുക. പഠിക്കാൻ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ചേർത്ത് നിർത്തുക. നിങ്ങളെ റിസൾട്ടോടുകൂടി ദിശയിൽ നിന്ന് പറഞ്ഞു വിടുക എന്നുള്ളതാണ് ദിശ അക്കാഡമിയുടെ ആഗ്രഹം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.